ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന തസ്തികയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം LDC നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും അത് കൈവിട്ട് പോയ അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടായിരിക്കും, നിരാശയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു സുവർണ അവസരമാണ്. പൊതുവേ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് കേൾക്കുമ്പോഴേ നിയമന നില കുറവാണ്, അതുപോലെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല, മറ്റുള്ളവർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു LDC എക്സാം നമുക്ക് കൈവിട്ട് പോയി ആ ഒരു നിരാശയിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയ അതേ ക്വാളിഫിക്കേഷനിലുള്ള ഒരു സുവർണ അവസരമാണ് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. എക്സാം ഉടനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് നിയമനം ചോദിച്ചു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് ലിമിറ്റഡിലോട്ടാണ്. അതായത് മാവേലി സ്റ്റോർ, സപ്ലൈകോ, അതുപോലെ പീപ്പിൾസ് ബസാർ. സാലറി വന്നിട്ട് ഏകദേശം 26,000 രൂപയോളം നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് സാലറി വരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് എല്ലാവർക്കും പൊതുവേ ഒരു നെഗറ്റീവ് കൊണ്ടുവരുന്ന ഒരു ഇതാണ്. എല്ലാവരും പറഞ്ഞു പരത്തിയത് അങ്ങനെയാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ നിയമന നില എന്നൊക്കെ പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 300ഓളം പേരെയാണ് 300-ന് പുറത്ത് നിയമനം നടത്തിയിട്ടുണ്ടെന്നാണ് ഒരു കണക്ക്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഫെബ്രുവരിയൊക്കെ അതിനൊക്കെ ശേഷം വീണ്ടും ഏകദേശം 200ഓളം ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് 14 ജില്ലകൾക്കും കൂടിയാണ്. LDC എക്സാം ആ സെയിം സിലബസാണ്. പുതുതായിട്ട് നമുക്ക് സിലബസിൽ മാറ്റങ്ങളൊന്നുമില്ല, പുതിയ ടോപ്പിക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആ സിലബസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് LDCക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ കുറേ പേര് ഈ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ പല വീഡിയോസിലും അതുപോലെ പൊതുവേ ഉള്ളൊരു ധാരണ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം വെറുതെയാണ് എഴുതുന്നത്, ഇത് എഴുതാതിരിക്കുന്നത് നല്ലത്, തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു LDC ആണ് ഇനി നമുക്കൊരു ആശ്രയം എന്നൊക്കെയുള്ള രീതിയിലുള്ള അതേ പറ്റുള്ളൂ, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ, അടുത്തൊരു LDC വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർ ചെയ്യുന്നത് ശരിക്കും തെറ്റായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും വർഷങ്ങൾ വേസ്റ്റ് ചെയ്ത് ഇനിയും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് നമ്മുടെ വയസ്സിനെ ഒരുപാട് നമുക്ക് ഇനിയുള്ള എക്സാം എഴുതാൻ പറ്റും, നമ്മുടെ ഏജ് ഓവർ ആവാനൊക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു എക്സാം കിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത എക്സാം ഉടനെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ വർഷം കഴിയുന്നതോറും കോമ്പറ്റീഷൻ ലെവൽ നന്നായിട്ട് കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം, ട്രൈ ചെയ്യാം. ആദ്യം ഒരു ജോലി നമ്മുടെ കയ്യിൽ ഒപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഏജൊക്കെ ഓവറായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇടയ്ക്ക് കോവിഡ് വന്ന് 2 വർഷത്തോളം നമ്മൾക്ക് നഷ്ടമായില്ല. അപ്പോൾ ആ ഒരു 2 വർഷം നമുക്ക് സർക്കാർ അല്ലെങ്കിൽ PSC നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടോ? ഒരിക്കലില്ല. അപ്പോൾ അതുപോലെ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലി നേടുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് നമ്മൾ വെക്കേണ്ടത്. അല്ലാതെ ഇനി വരുന്ന എക്സാം ഒരു 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ് വരുന്ന എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമയം അത്രയും നശിച്ചു പോവുകയാണ്, സമയം മൊത്തം പോവുകയാണ്. നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുക. പഠിക്കുന്നവർ അത് പഠിച്ച് കണ്ടിന്യൂ ചെയ്തുകൊട്ടെ, അത് അവരുടെ താല്പര്യമില്ല. ഇപ്പോൾ LDC എക്സാം നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെയിം സിലബസ് ആണ്. നമുക്കറിയാം ഹിസ്റ്ററിക്ക് 5 മാർക്ക്, ജോഗ്രഫിക്ക് 5 മാർക്ക്, അതിൽ എക്കണോമിക്സ് 5 മാർക്ക്, കലാ സാഹിത്യം 5 മാർക്ക്, അതുപോലെ സുപ്രധാന നിയമം 5 മാർക്ക്, ഭരണ സംവിധാനം 5 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ മാത്സിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം ബയോളജി അത് വന്നിട്ട് 6 മാർക്ക്, ഫിസിക്സിന് 3 മാർക്ക്, കെമിസ്ട്രിക്ക് 3 മാർക്ക്. ഇങ്ങനെ ഈ ഒരു പാറ്റേണുള്ള സിലബസ് ഇങ്ങനെ തന്നെയാണ് മാർക്കിൻ്റെ ഇത് പോകുന്നത്. പുതുതായിട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു എക്സാമേ ഉള്ളൂ. നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ LDCക്ക് എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളായിരുന്നത് അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി അതിനൊരു മാറ്റം വരുത്തി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടുതലായിട്ട് കറണ്ട് അഫയേഴ്സിന് 20 മാർക്കുണ്ട്. അത് നമ്മൾ നന്നായിട്ട് അത് മനസ്സിലാക്കണം. കാരണം 20 മാർക്ക് എന്ന് പറയുന്ന കറണ്ട് അഫെയറിൽ വരുന്നുണ്ട്. ആ 20 മാർക്കിനും ചോദിക്കണമെന്നില്ല, എന്നാൽ പോലും കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ചാൻസ് തന്നെയാണ് ഇതും. ഒഴിവ് കുറവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇനി ഇതിൽ നിന്ന് മാറി വേറെ എക്സാമിലേക്ക് ഒരുപാട് ഈ ലിസ്റ്റിൽ വരുന്നവർ ഇങ്ങനെയുള്ള 10th ലെവൽ ക്വാളിഫിക്കേഷൻ അതിൽ ഡിസ്ട്രിക്ട് വൈസ് എക്സാമൊക്കെ വരുന്നവർ ചിലപ്പോൾ ഇതിന് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളിത് നന്നായിട്ട് തന്നെ പഠിക്കുക. അത് ഒഴിവ് കുറവാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. അപ്പോൾ ഇതിന് ശേഷം ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബീവറേജ് LD ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിനെ മാറ്റി നിർത്തരുത്. ഇതിനും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്യണം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എക്സാം ഉടനെ ഉണ്ടായിരിക്കും. DCക്ക് ഉണ്ടായ പോരായ്മകളൊക്കെ മാറ്റി അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് നല്ലൊരു പഠന രീതി തന്നെ നിങ്ങൾ കൊണ്ടുപോവുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഒപ്പം സെക്രട്ടറി അസിസ്റ്റൻറ്റും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, 10th ലെവലിൽ VFA വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ VFA ബീവറേജ് LD ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 12th ലെവലും യൂണിഫോം തസ്തികകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വർഷം എന്ന് പറയാൻ നല്ലൊരു വർഷം തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും ഒരു എക്സാം അടുത്തെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വരാം. അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് മനസ്സിലാവും നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ വരാൻ നമ്മുടെ ചാൻസ് ഉണ്ടോ. നമ്മൾ ഇന്നത്തെ ഈ ഒരു അടുത്ത വർഷത്തിനകത്തുള്ള ആ ഒരു പഠനമാണ് നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.